വെൽക്കം ബാക്ക് ടു A2 സ്പോർട്സ് ഡിസ്കഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എൽ ക്ലാസിക്കയെ കുറിച്ചാണ്. ബാഴ്സലോണ അങ്ങനെ ഇന്നലെ നടന്ന സൂപ്പർ കപ്പിൽ റയലിനെ 5-2 പരാജയപ്പെടുത്തി. റയലിലെ അണ്ണാക്കിലിട്ട അടിയായിരുന്നു 5 എടുത്തു പറയേണ്ട ആദ്യത്തെ ഹാഫ് ടൈമിൽ തന്നെ 4 ഗോൾ ബാഴ്സലോണ അടിച്ചിരുന്നു. അത് 5-1 ഒതുങ്ങുന്നതല്ലായിരുന്നു റെഡ് കാർഡ് കണ്ടില്ലെങ്കിൽ. കളിയിൽ ആദ്യമായി ലീഡ് എടുത്തത് റയൽ മാഡ്രിഡ് ആണ്. എംബാപ്പെ ആയിരുന്നു ഗോൾ സ്കോറർ. പിന്നെ ബാഴ്സലോണ യമലി യമാലിലൂടെ ഗോളടിച്ചു. പിന്നെ അനാവശ്യമായ ഒരു ഫോളിലൂടെ കമവിംഗ അനാവശ്യമായ ഒരു ഫോൾ നടത്തി ബാഴ്സയ്ക്ക് പെനാൽറ്റി കൊടുക്കുകയായി. അത് ലെവൻഡോസ്കി ഗോൾ അടിച്ചു. അങ്ങനെ മൂന്നാമത്തെ ഗോൾ അടിച്ചത് റഫീനയാണ്, അവരുടെ ഈ സീസണിലെ സ്റ്റാർ പ്ലെയർ. 4ാമത്തെ ഗോൾ അടിച്ചത് എക്സ്ട്രാ ടൈമിൽ ഫസ്റ്റ് ഹാഫിൻ്റെ, അതും ബാൽഡെയാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ സർഗാധിപത്യവും ബാഴ്സലോണയുടെ കയ്യിലായിരുന്നു. സ്ഥിരം റയൽ മാഡ്രിഡ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച ആരാധകർക്ക് വീണ്ടും സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ റഫീനോ 5ാമത്തെ ഉണ്ടയും അൻസലോട്ടിൻ്റെ അണ്ണാക്കിലേക്ക് പിരിച്ച് കയറ്റിക്കൊടുത്തു. പിന്നെ കളിയിൽ ട്വിസ്റ്റ് ആയത് ബാഴ്സലോണൻ്റെ ഗോളിക്ക് റെഡ് കാർഡ് ലഭിച്ചതാണ്. അതിൽ അത് ക്ലിയർ റെഡ് കാർഡാണ്. 1 മാൻ ഗോൾഡൻ ചാൻസ് റെഡ് കാർഡ്. അങ്ങനെ റോദ്രിഗോ ഒരു കിട്ടിലൻ ഫ്രീ കിക്കിലൂടെ റയലിന് 2 ഗോൾ അടിച്ചു. പിന്നെയുള്ള 39 മിനിറ്റോളം ബാഴ്സലോണ 10 ആളെയും വെച്ച് ഈ വേൾഡ് ബെസ്റ്റ് ഡ്രീം 11 എന്ന് വിശേഷിപ്പിക്കുന്ന റയൽ മാഡ്രിഡിനെതിരെ പൊരുതി. 1 ഗോള് പോലും റയലിന് അതിന് ശേഷം അടിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഫ്ലിക്കിൻ്റെ തിരിച്ചുവരവിൻ്റെ രഹസ്യം.